ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സുശീൽ ശുക്ലിൻ്റെ മനോഹരമായിട്ടുള്ള കവിതയായിരുന്നു പേട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ധൂപ് സിലി തോ ബിഖർ ഗയി കतरन कतरन छायाएं, इससे क्या दृश्य उभर आता है? ധൂപ് സിലി തോ എന്താ ചോദ്യം? ധൂപ് എന്ന് വെച്ചാൽ വെയിൽ. സിലീത്തോ ബിഖർ ഗൈ അല്ലേ, വെയിൽ തുന്നിയപ്പോൾ ചിതറിപ്പോയി. കതിരൻ കതിരൻ ഛായായും എന്താ, കഷ്ണം കഷ്ണങ്ങളായിട്ട് നിഴലുകൾ ചിതറിപ്പോയി. ഇസേ ക്യാ ദൃശ്യ ഉപർ ആതാ ഹെ, ഇതിലൂടെ എന്ത് ദൃശ്യമാണ് നമുക്ക് ലഭിക്കുന്നത്? ആൻസർ നോക്കാം. പേട് की टहनियों से सूर्य की किरणें आती है तो छायाएं कतरन कतरन बिखर जाते हैं. ഇപ്പം എന്താണ് പറയുന്നത്? പേട് की टहनियों से, മരത്തിൻ്റെ ചില്ലകളിൽ നിന്നും, സൂര്യ की किरणें, സൂര്യൻ്റെ രശ്മികളല്ലേ, ആത്തെ ഹെ തോ വരുന്ന സമയത്ത്, പതിക്കുന്ന സമയത്ത്, ഛായായൻ നിഴലുകൾ, കത്തിരൻ കത്തിരൻ എന്ന് വെച്ചാൽ കഷ്ണം കഷ്ണമായിട്ട്, ബിഖർ ജാത്തെ ഹെ എന്ന് വെച്ചാൽ ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയ തരാശ്, ഇസ്കാ മത്ലബ് താത്പര്യ ക്യാ ഹെ? കവിതയിൽ പറയുന്നുണ്ടല്ലേ, മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, രംഗ് എന്ന് വെച്ചാൽ നിറം, ഹവ എന്ന് വെച്ചാൽ കാറ്റ്, പാനി എന്ന് വെച്ചാൽ വെള്ളം, കോ ഇതിനെല്ലാം ജോഡാ ദിയ ഒരുമിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, തരാശ് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ക താൽപര്യ ക്യാ ഹെ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. मिट्टी का कटाव रोकने के लिए पेड़ की जड़ ज़्यादा सहायक है. इस मिट्टी के अंदर के पानी को पेड़ आगिरण करता है. पेड़ अनेक रंगों की फूलों को पसीनों के समान बनाते हैं. इसी तरह पेड़ मिट्टी, रंग, हवा, पानी को जोड़ते हैं और उसको रूप भी देते हैं. അപ്പോൾ എന്താ പറയുന്നത്? മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, കട്ടാവ്, മിട്ടി കട്ടാവ് എന്ന് വെച്ചാൽ മണ്ണൊലിപ്പ്, രോക്കിനെ കേലിയെ തടയുന്നതിന് വേണ്ടി, പേടുക്കി ജഡ് മരത്തിൻ്റെ വേരുകൾ, ജ്യാദ കൂടുതൽ സഹായകരമാണ്. मिट्टी का कटाव रोकने के लिए पेड़ की जड़ ज़्यादा सहायक है. മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ട് മരത്തിൻ്റെ വേരുകൾ ഒരുപാട് സഹായകരമാണ്. ഇസ് മിട്ടിക്ക് അന്തർക്കെ പാനിക്കോ, ഈ മണ്ണിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തെയാണ് പേട് ആഗിരൺ കർത്താ ഹെ, എന്താ മരം വലിച്ചെടുക്കുന്നത്. പേട് അനേക രംഗോങ്കി ഫൂലോങ്കോ പശ്മീനോങ്കി സമാൻ അല്ലേ, മരം എന്ത് ചെയ്തു? അനേക രംഗോങ്കി എന്ന് വെച്ചാൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള, ഫൂലോങ്കോ അല്ലേ പൂക്കളെ, പശ്മീനോങ്കി സമാൻ അല്ലേ കമ്പിളി വസ്ത്രം പോലെ, ബനാത്തെ ഹെ. ഇസി തരഹ് പേട് മിट्टी, रंग, हवा, पानी को जोड़ते हैं और उसको रूप भी देते हैं. അതുപോലെ തന്നെയാണ് ഇസി തരഹ് പേട് മരം എന്ത് ചെയ്യുന്നു? മിട്ടി, രംഗ്, ഹവ, പാനിക്കോ മണ്ണ്, നിറം, കാറ്റ്, വെള്ളം ഇതിനൊക്കെ ജോഡത്തെ ഹെ കൂട്ടി യോജിപ്പിക്കുന്നു. ഓർ ഉസ്കോ രൂപ ബി ദേത്തെ ഹെ അതിന് രൂപവും നിർമ്മിച്ചു കൊടുക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രംഗ് മെഹക് കി ഹുയി സിലായി, ഇസ്കാ മത്ലബ് ക്യാ ഹെ? അപ്പോൾ രംഗ് എന്ന് വെച്ചാൽ നിറം, മെഹക്ക് എന്ന് വെച്ചാൽ സുഗന്ധം, കി ഹുയി സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, തുന്നിക്കെട്ടിയിരിക്കുന്നു, സുഗന്ധവും നിറങ്ങളും തുന്നിക്കെട്ടിയിരിക്കുന്നു. ഇസ്ക മത്ലബ് ക്യാ ഹെ, ഇതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം നമുക്ക് ആൻസർ നോക്കാം. ഇസ്ക മത്ലബ് യഹ് ഹെ കി
पेड़ ने रंग और सुगंध को एक साथ जोड़कर अनेक रंगों में सुंदर खुशबू वाली फूलों को बनाया है. എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? इसका मतलब यह है कि ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ പേടിനെ മരം എന്ത് ചെയ്തു രംഗ് എന്താ നിറത്തെയും ഔർ സുഗന്ധ് എന്നിട്ട് പിന്നെ സുഗന്ധത്തെയും ഏക് സാധ് ജോഡ്കർ രണ്ടിനെയും ഒന്നിച്ച് നിർത്തിയിട്ട് അനേക രംഗോമേ വ്യത്യസ്ത നിറങ്ങളുള്ള സുന്ദർ ഖുഷ്ബു വാലി നല്ല സുന്ദരമായിട്ടുള്ള സുഗന്ധപൂർണമായിട്ടുള്ള ഫൂലോं को बनाया है എന്താ പൂക്കളെ ഉണ്ടാക്കുന്നു. ഇനി लास्ट क्वेश्चन वन के पेड़ में वन के स्वाद मिले है सिले है का मतलब क्या है? वन के पेड़ में वन के पेड़ എന്ന് വെച്ചാൽ വനത്തിലുള്ള കാട്ടിലുള്ള മരത്തിന് വൻ കെ സ്വാദ് സിലേ ഹെ വനത്തിൻ്റെ സ്വാദാണ് തുന്നിയിട്ടുള്ളത്. ഇതിൻ്റെ മത്ലബ് അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ जंगल के पेड़ जंगल का प्रतीक है. उसमें जंगल के विशेषताएं होते हैं. जैसे आम में आम के स्वाद मिलते हैं वैसे ही जंगल के पेड़ में जंगल के स्वाद मिलते हैं. ജംഗൽ കെ പേട് വനത്തിലെ മരം എന്ന് പറയുന്നത് ജംഗൽ കാ പ്രതീക വനത്തിൻ്റെ പ്രതീകമാണ്, കാട്ടിൻ്റെ പ്രതീകമാണ് കാട്ടിലെ മരങ്ങൾ. ഉസ്മേ അതിൽ ജംഗൽ കെ വിശേഷതായും മോത്തേ ഹെ ലേ കാട്ടിലെ വിശേഷതകളാണ് അടങ്ങിയിരിക്കുന്നത്. ജैसे आम में आम के स्वाद मिलते हैं കവി പറഞ്ഞിട്ടുണ്ട് ആം में आम के स्वाद सिले है ലേ ജैसे എങ്ങനെയെന്നാൽ ആമമേ മാങ്ങയിൽ ആമയ്ക്ക് സ്വാദ് മിൽത്തേ ഹെ മാങ്ങയുടെ സ്വാദ് നമുക്ക് ലഭിക്കുന്നു. മാങ്ങ തിന്നുമ്പോൾ മാങ്ങൻ്റെ സ്വാദ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, മുന്തിരിയുടെ സ്വാദ് ലഭിക്കില്ലല്ലോ അല്ലേ. വൈസേ ഹി അതുപോലെ തന്നെ ജംഗൽ കെ പേടുമേ എന്താ കാട്ടിലുള്ള മരത്തിന് ജംഗൽ കെ സ്വാദ് മിൽത്തേ ഹെ എന്താ കാട്ടിൻ്റെ സ്വാദ് വിശേഷതകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും ആ മരത്തിന്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി നോക്കാം അല്ലേ. കവിതാംശ പഠേ കിൻ കിൻ കോ മിലാത്താ ഹെ ചുൻകർ നീച്ചെ ലിഖെ അതാണ് ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കവിതാംശമേ പേട് കവിതയിൽ മരം എന്ന് പറയുന്നത് കിൻ കിൻ ബാത്തോങ്കോ സിൽത്താഹെ ഏതിനൊക്കെയാണ് തുന്നുന്നത്. ചുൻകർ നീച്ചലിಗೆ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കവിതയിൽ പേട് തുന്നുന്നെന്ന് പറയുന്നത്? ഏതിനൊക്കെയാ? ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടല്ലേ. ഘർ, ഹവായേ, സാഗർ, രാത്ത്, ഫൂൽ, घोंसले, बादल, चांद, ज़मीनें, किताब, കപ്പടെ, ധൂപ്, കിനാരെ, സപ്ന, തിൻക അങ്ങനെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇവിടെ കവിതയിൽ എന്താ മരം തുന്നുന്നത്? അപ്പോൾ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ധൂപ് വെയിലിനെ തുന്നുന്നുണ്ട്. പിന്നെ എന്തിനെ തുന്നുന്നുണ്ട്? രണ്ടാമതായിട്ട് ഘർ എന്ന് വെച്ചാൽ എന്താ വീടിനെ തുന്നുന്നുണ്ടോ? ഇല്ലല്ലേ, അപ്പോൾ അത് വരില്ല. ഹവായൻ തുന്നുന്നുണ്ടല്ലേ. ഹവായൻ എന്ത് വരും? നമുക്ക് ഹവായ എഴുതാം. പിന്നെ ഏതിനെയാണ് തുന്നുന്നത്? സാഗറിനെ തുന്നുന്നുണ്ടോ? ഇല്ല. രാത്ത് തുന്നുന്നുണ്ടോ? ഇല്ല. സാഗർ എന്ന് വെച്ചാൽ കടൽ, രാത്ത് അതിൽ പറയുന്നുണ്ടോ? ഇല്ല. ഫൂല് പശമീനോക്കെ അല്ലേ, രംഗ് മെഹക്കെ ഫൂല് നായ പശമീനെ അല്ലേ, അങ്ങനെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഫൂല് വരും. പിന്നെ ഗോംസലെ അല്ലേ, ചിടികളുടെ പക്ഷികളുടെ ഗോംസലോങ്കോ സിലാത്തെ ഹെ അല്ലേ, ഗോംസലേനെ തുന്നുന്നുണ്ട്. പിന്നെയോ ബാദലിനെ വരുന്നുണ്ടോ? ഇല്ല. ബാദൽ എന്ന് വെച്ചാൽ മേഘം വരുന്നില്ല.
ചാന്ത്, ചന്ദ്രനെ തുന്നുന്നില്ല. ജമീനെ വരുന്നുണ്ടല്ലേ, ജമീനെ വരുന്നുണ്ട്. നിലങ്ങൾ അല്ലേ, നിലങ്ങൾ തമ്മിൽ തുന്നുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. കിതാബ് തുന്നുന്നുണ്ടോ? ഇല്ല, തുന്നുന്നില്ല. കിതാബ് വരില്ല, പുസ്തകം വരില്ല. കപ്പടേ വരൂലേ, കപ്പടേ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പശ്മീനെ, കമ്പിളി വസ്ത്രങ്ങൾ തുന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. കിനാരെ അല്ലേ, കിനാരെ തുന്നുന്നുണ്ടോ? ഇല്ല, തീരം തുന്നുന്നില്ല. സപ്ന തുന്നുന്നില്ല. പിന്നെ തിൻക ഇല്ല, അതും തുന്നുന്നില്ല. അപ്പോൾ വരുന്നത് ആൻസർ വരുന്നത് ഹവായെ, ഫൂൽ, കോംസലെ, ജമീനെ, കപ്പടെ, ധൂപ്പ്. ഇതാണ് 4നെയാണ് എന്ത് പേട് സിൽ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയേ. സംബന്ധ് പേച്ചാനെ ഓ ബത്തായെ അല്ലേ, ഇതിന് തമ്മിലുള്ള എന്താ സംബന്ധ് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധമെന്ന് കണ്ടെത്തി പറയാനാണ് പറയുന്നത്. എന്താണ് ബന്ധം അല്ലേ. ധൂപ് സിലി തോ ചായയും ബിക്കർ ഗയി അല്ലേ. അപ്പോൾ ധൂപ് സിലി തോ ചായയും ബിക്കർ ഗയി. ഇനി മിട്ടി സിലി തോ രംഗ് मिट्टी से रंग मिलते हैं. पिनियो पानी सिलते हैं तो आकाश मिलते हैं अल्ले. फूल सिलते हैं तो पश्मीने मिलते हैं. അപ്പോൾ ധൂപിനെ തുന്നിയപ്പോൾ ചായ വന്നു, പിന്നെ മിട്ടിയെ തുന്നിയപ്പോൾ രംഗ് വന്നു, നിറം വന്നു. പാനിയെ തുന്നിയപ്പോൾ ആകാശം വന്നു. ഫൂലിനെ തുന്നിയപ്പോൾ പശ്മീനെ വന്നു. മനസ്സിലായല്ലോ. ഇനി കവിത സെ യേ ആശയ വാലി പങ്ക്തിയാം സുൻകർ ലിഖേ. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും കവിത സെ സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. അപ്പോൾ എന്താ സെയിം മീനിങ് വരുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താ, ധൂപ് കെ സിൽനെ സെ ഛായയെ ബിക്കർ ഗയി ഹെ. വെയിൽ തുന്നിയപ്പോൾ നിഴലുകൾ ചിതറിപ്പോയി എന്ന് കാണിക്കുന്ന വരികൾ ഏതാണ്? ഫസ്റ്റ് വരി അല്ലേ, ഫസ്റ്റ് വരി ഏതാണ് അല്ലേ, ഫസ്റ്റ് വരി അല്ലേ, ഫസ്റ്റ് പറഞ്ഞില്ലേ. എവിടെ പോയി നമ്മളെ ഫസ്റ്റ് വരി? ധൂപ് സിലി തോ ബിക്കർ ഗയി അല്ലേ, ധൂപ് സിലി തോ ബിക്കർ ഗയി കതിരൻ കതിരൻ ചായയും. അതാണ് ആ അർത്ഥം വരുന്ന വരികൾ. പിന്നെ രണ്ടാമത്തത് ഏതാണ്? പേടിനെ രംഗ് ഓർ സുഗന്ധ് കോ സിലായിക്കി. അപ്പോൾ മരം രംഗ് ഓർ സുഗന്ധ്, നിറങ്ങളെയും സുഗന്ധത്തെയും കൂട്ടി തുന്നി എന്ന് കാണിക്കുന്ന വരികൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് അത്? രംഗ് മെഹക്കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ അല്ലേ. നിറങ്ങളും സുഗന്ധവും കൂട്ടി തുന്നി എന്തുണ്ടാക്കി മാറ്റി? കമ്പിളി വസ്ത്രമാക്കി മാറ്റി.